അപ്പോൾ തന്നെ വളരെ മോശം അവസ്ഥയിലായിരുന്നു ഉണ്ടായിരുന്നേ. വന്ന് മെഡിസിൻ വാങ്ങിയിട്ട് പോയി. ഒരാഴ്ചയിൽ തന്നെ ഞങ്ങൾക്ക് ഡിഫറൻസ് മനസ്സിലായി. തന്നെ ആഹാരം കഴിച്ചു തുടങ്ങി. നമ്മളിപ്പോൾ ഉള്ളത് പുനർജൻ ആയുർവേദ ഹോസ്പിറ്റലാണ്. നമ്മുടെ കൂടെയുള്ള പേഷ്യന്റ് ഫസ്റ്റ് ടൈം ഓൾറെഡി ഇവിടെ വിസിറ്റ് ചെയ്തതാണ്. ഇത് സെക്കൻഡ് ടൈമാണ്. ആദ്യത്തെ തവണ വന്നപ്പോൾ തന്നെ ഇവർക്ക് നല്ല രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടായി എന്നാണ് ഇവർ പറയുന്നത്. ആദ്യം ഇവർക്കുണ്ടായ ബുദ്ധിമുട്ടുകളെ പറ്റിയൊക്കെ നമുക്ക് ഇവരോട് ഡീറ്റെയിൽഡ് ആയിട്ട് ചോദിക്കാം. എന്ത് ക്യാൻസർ ആണെന്നോ അതിന്റെ ലക്ഷണങ്ങളെ പറ്റിയും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. പുനർജൻ മെഡിസിൻ കഴിച്ചിട്ട് ഇവർക്കുണ്ടായ മാറ്റങ്ങളും നമുക്ക് ചോദിച്ചറിയാം. സാർ നമസ്കാരം. സാറിന്റെ പേര്? മാഹൂർ ഭാഷ മാഡം. എവിടെ നിന്നാ വരുന്നത്? ഞങ്ങൾ കർണൽ ഡിസ്ട്രിക്റ്റിൽ നിന്നാണ് വരുന്നത്. ഓക്കെ. പേഷ്യന്റ് ആരാ സാർ? എന്റെ ഫാദറാണ് മാഡം. പേര്? അബ്ദുൽ നഹീർ. ഓക്കെ. ഏജ് എത്രയുണ്ട് സാർ? 65 മാഡം. 65 അല്ലേ? ഓക്കെ. നിങ്ങൾ ഇവിടെ വന്നപ്പോ എന്ത് ക്യാൻസർ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത്? ബ്രെയിൻ ക്യാൻസർ ആണെന്ന് പറഞ്ഞു മാഡം. ബ്രെയിൻ ബ്രെയിൻ ക്യാൻസർ. ക്യാൻസറോ? ഇത് നിങ്ങൾക്ക് എങ്ങനെയാ ഇത് മനസ്സിലാക്കാൻ പറ്റിയേ? ഹോസ്പിറ്റലിൽ പോയി മാഡം, കർണൂലില്. ഉം. അവിടെ പോയി എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പോ മുഴുവൻ എല്ലാ ഉം. സ്കാനും ചെയ്ത് നോക്കി മാഡം. എല്ലാം ചെയ്ത് നോക്കിയപ്പോ ഞങ്ങൾക്ക് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ വലിയ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നു. ഉം. പിന്നെയും ആദ്യം തൊട്ട് തന്നെ എല്ലാ സ്കാനിങ്ങും ചെയ്ത് നോക്കി. ഒരു 1 ഇയർ അവിടെ കാണിച്ചുകൊണ്ടേയിരുന്നു. ഉം. അവിടെയും സാധ്യതയില്ലാന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ സെർച്ച് ചെയ്ത് നോക്കുമ്പോഴാ യൂട്യൂബിൽ ഇത് കണ്ടത് മാഡം. ശരി, എന്തായാലും ഒന്ന് പോകാം, പോയി നോക്കാമെന്ന് കരുതിയിട്ട് ഞങ്ങൾ അങ്ങനെ കഴിഞ്ഞ മാസം ഇവിടെ വന്ന് മരുന്ന് വാങ്ങിയിട്ട് പോയി. ഉം. അത് കഴിച്ചു. ഉം. ജസ്റ്റ് ഒരു 1 വീക്കിൽ തന്നെ റിസൾട്ട് കിട്ടി തുടങ്ങി. 1 വീക്കിലോ? ഉം. എന്തൊക്കെ ചേഞ്ചസ് ആയിരുന്നു? മാഡം, എൻ്റെ ഫാദർ വളരെ വീക്കായിരുന്നു മാഡം. ഉം. വളരെ മോശമായ നിലയിലായിരുന്നു അദ്ദേഹം ഉണ്ടായിരുന്നത്. കറക്റ്റായിട്ട് നിൽക്കാനോ ഇരിക്കാനോ ഒന്നും വയ്യാത്ത പോലെ ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു മാഡം. ഉം. ഈ ടാബ്ലറ്റ് കഴിച്ചു തുടങ്ങിയ ശേഷം ഒരു മാസത്തിൽ തന്നെ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹം തന്നെ ചെയ്തു തുടങ്ങി. തന്നെ ബാത്റൂമിൽ പോകാനും ഉം. ചെറിയ ചെറിയ ജോലികളെല്ലാം അദ്ദേഹം ചെയ്തു തുടങ്ങി. ആഹാരം കഴിക്കുന്നതും അദ്ദേഹം തന്നെ ചെയ്തു തുടങ്ങി. ഇതെല്ലാം തന്നെ ചെയ്യുന്നുണ്ട് മാഡം. ഇപ്പോ ഭക്ഷണം കഴിക്കാൻ ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇല്ലല്ലോ? മാഡം, അങ്ങനെയൊന്നുമില്ല. ഓക്കെ. വേറെന്തെങ്കിലും മെഡിസിൻ കഴിച്ചിട്ടുണ്ടായിരുന്നോ ഇതിനു മുമ്പ്? ഇല്ല മാഡം, ഇത് മാത്രമേ ഉള്ളൂ. വേറൊന്നുമില്ല. ബിപിക്ക് ഷുഗറിന് മാത്രം വേറെ മരുന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ. പുറത്ത് ഡോക്ടറെ കാണിച്ചപ്പോ അവരെന്താ നിങ്ങളോട് പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞത് ഓപ്പറേഷൻ ചെയ്യുകയാണെങ്കിൽ ഫലം കാണാനും കാണാതിരിക്കാനും സാധ്യതയുണ്ടെന്നാണ്. അങ്ങനെയാണോ ഉം. പറഞ്ഞത്? ഓ, ഓക്കെ. നിങ്ങളുടെ താല്പര്യം എന്താണ് അതുപോലെ ചെയ്യാമെന്നാണ് അവിടുത്തെ ഡോക്ടർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നത് മാഡം, കർണൂലിൽ. ഉം. അങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. ഓക്കെ. ഇവിടെ വന്ന് ഡോക്ടറെ കണ്ടതിന് ശേഷം ഡോക്ടർ പോസിറ്റീവ് ആയിട്ടല്ലേ നിങ്ങളോട് പറഞ്ഞത്? അലോപ്പതി അതെ മെഡിസിൻ മാഡം. നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണെന്നല്ലേ പറഞ്ഞത്? ഇവിടുത്തെ ഡോക്ടേഴ്സ് എന്ത് എക്സ്പ്ലനേഷനാ നിങ്ങളോട് പറഞ്ഞത്? അതിനെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല മാഡം. ഉം. ഫസ്റ്റ് മരുന്നാണ് കൊടുത്തത്. ഉം. 1 മാസം കഴിച്ചു നോക്ക്, എന്നിട്ട് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുകയാണെങ്കിൽ മാത്രം വരാൻ പറഞ്ഞു. ഉം. ഞങ്ങൾ യൂസ് ചെയ്ത് നോക്കിയപ്പോൾ വളരെ മാറ്റമുണ്ട് മാഡം. ഓക്കെ. സോ നിങ്ങൾക്ക് നല്ലൊരു ഹോപ്പ് അതെ വന്നല്ലേ മാഡം, ഈ മെഡിസിനോടൊക്കെ? അതുകൊണ്ടാണ് ഇങ്ങോട്ടേക്ക് വന്നത്. ഓക്കെ. നമുക്ക് മനസ്സിലാവുന്നുണ്ട്. പറഞ്ഞോളൂ സർ, പറഞ്ഞോളൂ. ഇപ്പോ അച്ഛൻ തന്നെ സ്വന്തമായിട്ട് വണ്ടി ഓടിക്കുന്നൊക്കെയുണ്ട്. ഓ, ഓക്കെ. വണ്ടി ഓക്കെ. ഓടിക്കുന്നുണ്ട്, വെള്ളം തന്നെ കുടിക്കുന്നുണ്ട്. എല്ലാ ജോലിയും തന്നെ ചെയ്യുന്നുണ്ട്. പഴയ ആരോഗ്യമൊക്കെ തിരിച്ചു അതെ കിട്ടിയല്ലേ? അതെ, ഇപ്പോൾ അങ്ങനെ നന്നായിരിക്കുന്നു. ഓ, ഓക്കെ. അദ്ദേഹം കഴിക്കേണ്ട ആ ടാബ്ലറ്റുകളെല്ലാം കഴിച്ചുകൊണ്ട് ഉം. അദ്ദേഹത്തിന് ജോലികളെല്ലാം ചെയ്യുന്നുമുണ്ട് ഇപ്പോൾ. ഓക്കെ. മുമ്പത്തെ പോലെ തന്നെ ഇപ്പോഴും ജോലിയൊക്കെ നോക്കാൻ പറ്റുന്നുണ്ടല്ലേ? അതെ 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 അതെ. ഓക്കെ. ഈ ക്യാൻസറിന്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? പിന്നെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു ആ സമയത്ത്? ആദ്യം തലവേദനയാണെന്നാ പറഞ്ഞേ. ഉം. തലവേദനിക്കുന്നതുകൊണ്ട് ഹോസ്പിറ്റലിൽ പോണം എന്നാ പറഞ്ഞത്. ഉം. അങ്ങനെ ചെന്ന് സ്കാനിംഗ് ഒക്കെ ചെയ്തു. എന്താണെന്ന് മനസ്സിലാകാഞ്ഞുകൊണ്ട് CT സ്കാൻ ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ CT സ്കാൻ ചെയ്തിട്ട് എല്ലാം നോക്കി. ഓക്കെ. കാശ് എത്രത്തോളം കൊടുത്തിട്ടും ഒരു റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നില്ല. നൈറ്റ് ഒന്ന് ഉറങ്ങാൻ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല മാഡം. 3 ദിവസം അത് നോക്കിയിരുന്നു ഞങ്ങൾ. ഉം. അങ്ങനെ ഒരുപാട് സെർച്ച് ചെയ്ത് നോക്കിയപ്പോഴാ ഇതിനെക്കുറിച്ച് ഞങ്ങൾ അറിയുന്നത്. ഉം. കുറച്ച് പേടിയുണ്ടായിരുന്നെങ്കിലും കഴിഞ്ഞ മാസം ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നു. ഓക്കെ. ഇപ്പൊ നിങ്ങൾക്ക് ധൈര്യം വന്നല്ലോ അല്ലേ? അതെ 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 മാഡം. ഇവിടെ വന്നതിന് ശേഷം അച്ഛൻ എന്താ പറഞ്ഞത് നിങ്ങളോട്? പിന്നെ നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാവരും എന്താ നിങ്ങളോട് പറഞ്ഞത്? ഞങ്ങളെല്ലാവരും ഹോസ്പിറ്റലിൽ പോയിരുന്നു മാഡം. അവിടുത്തെ ഡോക്ടർ ആ റിസൾട്ട് വെച്ച് പറഞ്ഞത് ഇത് സാധ്യതയില്ലാന്നാ. ഉം. ജീവനോട് അധികം നാൾ ഉണ്ടാവില്ലാന്നാ. ഓ. വിഷമിക്കൊന്നും വേണ്ട. ഇപ്പൊ അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ. എല്ലാം ശരിയാകും. അതെ മാഡം. ഇവിടെ വന്നപ്പോ ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ലേ കിട്ടിയത്? അച്ഛന് വേഗം തന്നെ എല്ലാം ശരിയാകും. അതെ ഇതേ ധൈര്യത്തോടു കൂടി തന്നെ മുന്നോട്ട് പോകണം. ഉറപ്പായിട്ടും. നിങ്ങളുടെ അച്ഛന് വേണ്ടിയിട്ട് ഞങ്ങളും ഈ ഹോസ്പിറ്റലിലുള്ള എല്ലാവരും പ്രാർത്ഥിക്കുന്നുണ്ട്. ഉടനെ തന്നെ എല്ലാം ശരിയായിക്കോളും. ഓക്കെ? ശരി മാഡം. എല്ലാം ഭേദമായതിനു ശേഷം നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. ശരി. ഓക്കെ? താങ്ക് യു. താങ്ക് യു.